ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ശക്തി ക്ഷയിച്ചു എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ഹൂതികൾ. നിരന്തരം ഇസ്രായേലിൽ ആക്രമണം നടത്തി പ്രതിരോധത്തിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം കടുപ്പിച്ചതായാണ്. ആക്രമണം വിജയം നേടിയെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ അഭിമാനമായ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ തകർത്തു തരിപ്പണമാക്കിയെന്നും ഹൂതികൾ പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അയൺ ഡോമിൻ്റെ കാര്യക്ഷമത പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. ഓരോ ആക്രമണത്തിലും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം തുളച്ച് മിസൈൽ ഇസ്രായേലിനെ തകർത്തതായി ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേൽ സൈന്യത്തിന് ഭയവും അനിശ്ചിതത്വവും നൽകുന്നതായും ഹൂതികൾ പറയുന്നു. ഇസ്രായേൽ മിസൈൽ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടതായി ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി അവകാശപ്പെട്ടു. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്താനുള്ള കഴിവിനെക്കുറിച്ചും ഹൂതികൾ അവകാശവാദം ഉയർത്തുന്നുണ്ട്. അതിനിടെ ആക്രമണത്തെക്കുറിച്ച് തുറന്ന് സമ്മതിച്ച് IDFും എത്തി. ഹൂതികൾ 40 ബാലസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി IDF വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ശേഷം 320 ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് എത്തിയെന്നും IDF അറിയിച്ചു. പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഭൂരിഭാഗം മിസൈലുകളെയും തകർത്തതായും IDF അവകാശപ്പെടുന്നു. ആദ്യമായാണ് ഹൂതികളുടെ ആക്രമണത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ IDF നൽകുന്നത്. യമനിലെ ഹൂതികളാണ് ഇപ്പോൾ ഇസ്രായേലിന് ഏറ്റവും വലിയ തലവേദന നൽകുന്നത്. തുടർച്ചയായി കനത്ത ആക്രമണമാണ് ഇസ്രായേലിൽ ഹൂതികൾ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ ഊർജ്ജ ഉൽപ്പാദന കേന്ദ്രത്തിന് നേരെ ഹൂതികൾ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിലെ നഗരമായ ഹദേരയിലെ ഒറാത്ത് റാബിൻ പവർ പ്ലാന്റിന് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ജനുവരി 5 ടൈംസ് ഓഫ് ഇസ്രായേലാണ് ആക്രമണ വിവരം റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രായേലിൽ നടത്തുന്ന ഏറ്റവും കനത്ത ആക്രമണമാണ് ഇതെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മിസൈൽ മറികടന്നതായി ഹൂതികൾ അവകാശപ്പെട്ടു. എന്നാൽ ഇസ്രായേലിൻ്റെ മേഖലയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മിസൈൽ തകർത്തതായി ഇസ്രായേലും അവകാശവാദം ഉന്നയിച്ചു. പുതുവത്സരത്തിൽ കനത്ത ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. ഒറ്റ രാത്രിയിൽ 3 ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിനെയും അമേരിക്കയെയും ഹൂതികൾ ഞെട്ടിച്ചു. പലസ്തീൻ 2 ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തെ ആക്രമിച്ചു. സുൽബിക്കർ ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ജെറുസലേമിന് സമീപത്തുള്ള ഇസ്രായേലിൻ്റെ പവർ സ്റ്റേഷനിലേക്കുമാണ് ആക്രമണം നടത്തിയത്. പിന്നാലെ ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെയും ബാലസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി.